ആരാധനകൾ ദൈവസ്നേഹം നിറഞ്ഞതാണോ? അതോ പൊത്തുവരുത്തത്തിന്റെ ആരാധനയാണോ? സഭകളുടെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് സ്നേഹത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. ഇവനാരാ ഇതൊക്കെ ചെയ്യാൻ? ഇവനെന്ത് യോഗ്യതയാ ഉള്ളത്? ഇവനാരാ ഇങ്ങനെയൊക്കെ പറയാൻ? കർത്താവിനോടും അവരങ്ങനെ തന്നെയാ ചോദിച്ചത്, പെരുമാറിയത്. കർത്താവിനെ ആരാധിപ്പാൻ ഒരു സാവകാശം കൂടെ കർത്താവ് നമുക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വേദഭാഗം ആർക്കെങ്കിലും വായിക്കാം. ഒരു വലിയ പാസേജാണ്, ഏകദേശം 10-14 വാക്യങ്ങൾ. താല്പര്യമുള്ള എടുത്ത ആർക്കെങ്കിലും അത് വായിക്കാവുന്നതാണ്. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ടുനിന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്നുള്ളിൽ പറഞ്ഞു. ശിമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ 6 അവനെ അധികം സ്നേഹിക്കും. അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നതു മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ, പാപമോചനവും കൊടുക്കുന്ന ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. വളരെ വിശദമായി നമ്മൾ വായിച്ചു കേട്ടു. നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗങ്ങളിൽ ഒന്നാണ് ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 50 വരെയുള്ള ഈ വേദഭാഗം. ഈ സംഭവം ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. 4 സുവിശേഷങ്ങളിൽ, മറ്റ് 3 സുവിശേഷങ്ങളിലും നമുക്ക് ഇങ്ങനെയൊരു സംഭവം കാണാനായിട്ട് കഴിയുന്നില്ല. ചരിത്രകാരനും ഡോക്ടറും വൈദ്യനുമൊക്കെ ആയിരുന്ന ലൂക്കോസ് വളരെ വിശദമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായ ഒരു സുവിശേഷകനായി നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇതിന് സമാനമായൊരു സംഭവം മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് രണ്ടും 2 സ്ഥലത്ത് നടന്നതാണ്, 2 സംഭവങ്ങളാണ്, 2 വീടുകളാണ് എന്ന് കാണാനായിട്ട് കഴിയും. അവിടെ ഭക്ഷണത്തിന് വിളിക്കുന്ന ആളുടെ പേര് ഒന്ന് തന്നെയാണ്, അല്ലേ? മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, അവൻ ബെഥാനിയിൽ കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛജട മാംസി തൈലവുമായി വന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടെ കുഷ്ഠരോഗിയായ ശിമോനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് കുഷ്ഠരോഗികളോടുകൂടെ, പരീശന്മാരോടുകൂടെ, സദൂക്യന്മാരോടുകൂടെ, ടാക്സ് കളക്ട് ചെയ്യുന്നതായ ആളുകളോടുകൂടെ, മുക്കുവന്മാരോടുകൂടെ എല്ലാം സഹകരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മളാരും ഒരു കുഷ്ഠരോഗി ഒരു ഭവനത്തിൽ നമ്മെ ഭക്ഷണത്തിന് വിളിച്ചാൽ നമ്മളാരും പോകില്ല, അല്ലേ? എത്ര പേര് പോകും? കൈയൊന്നും ഉയർത്തണ്ട, നമ്മൾ പോകില്ല. എന്നാൽ കർത്താവ് ബെഥാനിയിലുള്ള കുഷ്ഠരോഗിയായ ശിമോൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിന് പോയി, അല്ലേ? എത്ര വലിയ സംഭവമാണ്! അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നതാണ്. അക്കാലത്ത് കുഷ്ഠരോഗികളെ വളരെ ദൂരെ കൂടെ മാറി നടക്കാൻ മാത്രം അവകാശമുണ്ടായിരുന്നതായൊരു കാലമാണ്, പഴയ നിയമകാലമാണ്.
കുഷ്ഠരോഗികൾ പബ്ലിക്കായിട്ട് വന്നാൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായ സംഭവങ്ങളുള്ള കാലമാണ്. ആ സമയത്താണ് നമ്മൾ മർക്കോസ് 14:3 അവൻ ബെഥാനിയിൽ കുഷ്ഠരോഗിയായ ശിമോൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നു എന്ന് നമ്മൾ പന്തിയിലിരുന്നു എന്ന് നമ്മൾ വായിക്കാനായിട്ടിടയായിത്തീരുന്നത്. അത് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു ശിമോനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സംഭവം ലൂക്കോസ് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. ആ പരീശൻ്റെ പേരും ഭക്ഷണം കഴിക്കാൻ വിളിച്ചയാളുടെ പേരും ശിമോൻ എന്ന് തന്നെയാണ്. ബൈബിളിൽ 10-ലധികം ശിമോന്മാരെ നമുക്ക് കാണാം. നമ്മുടെ പത്രോസ് ഉൾപ്പെടെ 10ഓളം ശിമോന്മാരെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് കാരണം അക്കാലത്തെ ഒരു കോമൺ നെയിമാണ്. ഇന്ന് തോമസ്, വർഗീസ്, അല്ലെ ജോർജ് ഇങ്ങനെയുള്ള പേരുകൾ കോമൺ ആയിരിക്കുന്നത് പോലെ അക്കാലത്തെ ഒരു കോമൺ പേരായിരുന്നു ശിമോൻ അല്ലെങ്കിൽ സൈമൺ എന്നുള്ളത്. ഈ സൈമണിൻ്റെ ഭവനത്തിൽ, ഈ ശിമോൻ്റെ ഭവനത്തിൽ അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു പരീശനാണ്. വേദവചനം സംബന്ധിച്ച് അല്ലെങ്കിൽ ന്യായപ്രമാണം സംബന്ധിച്ചൊക്കെയും വളരെ വ്യക്തമായ അറിവുള്ള ആളാണ് പരീശൻ. ന്യായപ്രമാണം സംബന്ധിച്ച് അല്ലെങ്കിൽ യഹൂദൻ്റെ നിയമങ്ങളൊക്കെ അരക്കി കലക്കി കുടിച്ചതായ ഒരു മനുഷ്യൻ. അങ്ങനെയുള്ളവരെയാണ് പരീശൻ എന്ന് വിളിക്കുന്നത്. ഈ യഹൂദ മതത്തിൽ എങ്ങനെയാണ് ഈ പരീശന്മാരും സദൂക്യരൊക്കെ ഉണ്ടായത്? യസ്രായുടെയും സെരുബാബേലിൻ്റെയും കാലത്ത് ഏകദേശം BC 4-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലിനെ ഗ്രീക്കുകാർ കൈയടക്കാനായിട്ടിടയായി തീർന്നു. ഈ ഗ്രീക്ക് സംസ്കാരം ഇസ്രായേലിലേക്ക് കടന്നു വന്നു, യഹൂദ മതത്തിലേക്കൊക്കെ കടന്നു വന്നപ്പോൾ ജാതീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലേക്കുമൊക്കെ ഇസ്രായേൽ മക്കൾ തിരിയാനായിട്ടിടയായി തീർന്നു. അതായത് ഗ്രേക്കന്മാരുടെ, യവനന്മാരുടെ സംസ്കാരം ഇസ്രായേലിലേക്ക് കടന്നു വരാനായിട്ടിടയായി തീർന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? ഞങ്ങൾ ന്യായപ്രമാണത്തിന് വേണ്ടി നിലനിൽക്കും, മോശയുടെ കൽപ്പനകൾക്കും ന്യായപ്രമാണത്തിനും വചനത്തിനും വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞ് വേർതിരിഞ്ഞവരുടെ കൂട്ടത്തെയാണ് പരീശന്മാരെന്ന് വിളിക്കാനായിട്ട് പിന്നീട് ആളുകൾ പരിഹസിച്ച് വിളിച്ചതാണ് പരീശൻ എന്ന് അവരെ വിളിക്കാനായിട്ടിടയായിത്തീരുന്നത്. ശരിക്കും അവർ ഹബറീം എന്നുള്ള പേരിലാണ് അവരറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഹബറീം എന്ന പേരിൻ്റെ വാക്കിൻ്റെ അർത്ഥം സഖി എന്നാണ്. അതായത് ന്യായപ്രമാണത്തോട് സഖിത്വമുള്ളവർ, ദൈവത്തിൻ്റെ വചനത്തോട് സഖിത്വമുള്ളവർ എന്നർത്ഥം വരുന്ന ഹബറീം എന്ന പേരാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇന്ന് നമ്മൾ ക്രിസ്തീയ സമൂഹത്തിൽ നിന്നും പെന്തക്കോസ്ത് വിഭാഗം വേറിട്ട് നിൽക്കുന്നത് പോലെ, വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി വേറിട്ട് നിൽക്കുന്നത് പോലെ യഹൂദ മതത്തിൽ ഒരു വേർപാട് ആചരിക്കുന്നതായ ഒരു കൂട്ടത്തെയാണ് പരീശന്മാർ എന്ന് പിന്നീട് അവരെ പരിഹസിച്ച് വിളിച്ചതാണ് പരീശന്മാർ. അപ്പോൾ വചനം നന്നായി അറിയുന്നവരാണ്, ന്യായപ്രമാണം നന്നായിട്ട് അറിയുന്നവരാണ്. അങ്ങനെ ഒരാൾ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു, അല്ലേ? കർത്താവിനെ ക്ഷണിച്ചു. ഇവിടെ 2 സംഭവങ്ങൾ ഒരുമിച്ച് കോർത്തിണക്കിയാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ ഞാൻ 2 ആരാധനയായിട്ടാണ് ചിത്രീകരിക്കാൻ ഇടയായിത്തീരുന്നത്. 2 ആരാധനകൾ. ഒന്ന് പാപിനിയായ സ്ത്രീയുടെ ആരാധന, 2 പരീശ ഭക്തനായിരിക്കുന്ന ശിമോൻ്റെ ആരാധന. നമുക്ക് ഇവിടെ ഒന്നാമത് കാണാനായിട്ട് സാധിക്കുന്നത് ആരെയാണ്? ഇവിടെ പാപിനിയായ, പാപഭാരത്താൽ വലയുന്നതായ പാപിനിയായ ഒരു സ്ത്രീയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ആരാധന നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആ ആരാധനയിൽ എന്തെല്ലാം ഉണ്ട്? അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുന്നു എന്നറിഞ്ഞ് ഒരറിവുണ്ട് അവൾക്ക്. അവൾ അറിഞ്ഞു ഇത് സംഭവം നടക്കുന്ന എവിടെയാണ്? നയീൻ പട്ടണത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നയീൻ പട്ടണത്തിലാണ് ഇത് നടക്കുന്നത്. നയീൻ എന്ന് പറയുന്നത് കഫർനഹൂമിൽ നിന്നും ഏകദേശം 34 കിലോമീറ്റർ അകലെയുള്ളതായ ഒരു ഗ്രാമമാണ് നയീൻ. പട്ടണമെന്നാണ് ബൈബിളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നയീനൊക്കെ ഒരു ചെറിയ ഗ്രാമമായിരുന്നുവെന്ന് നമുക്കതിൻ്റെ ജിയോഗ്രഫി പഠിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. കഫർനഹൂമിൽ നിന്നും 34 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. 7-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ ശതാധിപൻ്റെ ഭവനത്തിൽ യേശു ശുശ്രൂഷിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് നടക്കുന്നത് കഫർനഹൂമിലാണ്. അത് കഴിഞ്ഞ് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിറ്റേന്നാൾ എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എവിടുന്ന കഫർനഹൂമിൽ നിന്ന് കർത്താവ് സഞ്ചരിച്ച് എവിടെ വന്നു? നയീനിൽ വന്നു, അല്ലേ?
കർത്താവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ കാലയളവ് വളരെ ശക്തമായിരുന്നു, വളരെ വേഗതയേറിയതായിരുന്നു. കർത്താവ് ഒരു നിമിഷം പോലും പാഴാക്കാതെ സുവിശേഷത്തിന് വേണ്ടി 3.5 വർഷക്കാലം അതിശക്തമായി അധ്വാനിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എനിക്ക് നിങ്ങൾക്കും നമ്മെ ചലഞ്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. കഫർന്നഹൂമിൽ നിന്ന് 34 കിലോമീറ്റർ സഞ്ചരിച്ച് കർത്താവ് നയീനിൽ വന്നു. എന്തിനാണ്? ഞാൻ ചിന്തിക്കുന്നത്, ഈ പാപിനിയായ സ്ത്രീയെ അവളെ വിടുവിക്കേണ്ടതിന്, അവളുടെ പാപം ക്ഷമിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് അവിടെ എത്തിച്ചേരാനായിട്ട് ഇടയായി തീർന്നത്. അവൻ പരീശന്മാരുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ്, അല്ലേ, ഒന്നാമത് അവളുടെ ആരാധന അറിവിൽ നിന്നാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയാണ് അവൾ യേശുവിനെ ആരാധിക്കാനായിട്ട് ഇടയായി തീർന്നത്. 2, പരിമള തൈലം കൊണ്ടുവന്നു. വളരെ വിലയേറിയതാണ്. ആ സ്വച്ഛജഡമാംസി തൈലത്തെക്കുറിച്ച് മർക്കോസ് 14 പറയുമ്പോൾ 300 വെള്ളിക്കാശിന് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വളരെ വിലയേറിയതാണ്. വില മുടക്കിയാണ് അവൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു വന്നത്. 1, അവൾ അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കാൻ, മനഃപൂർവ്വമായിട്ടാണ് അവൾ ദൈവത്തെ ആരാധിക്കാൻ വന്നത്. 2, ആരാധിക്കാൻ വന്നപ്പോൾ അവൾ വെറും കൈയോടെ വന്നില്ല, അവൾ വില മുടക്കി ദൈവത്തെ ആരാധിക്കാനായിട്ട് അവൾ ആഗ്രഹിച്ചു. ഞാനും നിങ്ങളും എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? 3, പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു, അല്ലേ, നമ്മളവിടെ വായിക്കുന്നത്. കർത്താവിൻ്റെ പുറകിൽ, കർത്താവ് ഭക്ഷണത്തിനിരിക്കുകയാണ്. ഭക്ഷണത്തിനിരിക്കുന്ന ഒരാളുടെ പുറകിൽ കാൽക്കൽ എങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കും, അല്ലേ? അതൊരു നമ്മൾ ചിന്തിക്കും. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി വെച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മുന്നോട്ട്, ടേബിളിൻ്റെ മുന്നോട്ട് കാൽ വെച്ച് ഇരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന രീതിയിലല്ല യഹൂദന്മാർ അക്കാലത്ത് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിരുന്നത്. അവർ മുട്ടുകുത്തി, കാൽ പുറകിലോട്ട് നീട്ടി മുട്ടുകുത്തി, ഏകദേശം മേശ അവരുടെ നെഞ്ചിനോട് ബലത്തിൽ വരത്തക്ക വിധത്തിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മുട്ടുകുത്തി ഇരിക്കുന്ന ഒരാളുടെ കാൽ എങ്ങോട്ട് പോകും? പുറകിലേക്ക് പോകും, അല്ലേ? അങ്ങനെ ഇരിക്കുന്ന, പന്തിയിലിരിക്കുമ്പോൾ ആ പന്തിയിലിരിക്കുന്നവരെല്ലാം അങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന കർത്താവിൻ്റെ പുറകിൽ കരഞ്ഞും കൊണ്ട് നിന്നു. 3, അല്ലേ? 4, കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു. പാപഭാരം, അനുതാപം ദൈവസന്നിധിയിൽ വരുമ്പോൾ ആരാധനയിൽ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ്. എന്ത് ചെയ്യാൻ സാധിക്കണം? നമ്മുടെ കണ്ണുനീർ വരാനായിട്ട്, അനുതാപം വരാനായിട്ട്. ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയോട് അടുക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ദർശനത്തിൽ കണ്ടതുപോലെ, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം കുറവുകളെ കാണാനായിട്ട് കഴിയണം. ഇവിടെ ഈ സ്ത്രീയെക്കുറിച്ച്, പാപിനിയായ സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു, കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി, അല്ലെ? 7 പ്രവർത്തികൾ നമുക്ക് ഈ ആരാധനയിൽ കാണാനായിട്ട് സാധിക്കും. എന്തെല്ലാമാണ്? അവൻ യേശു വരുന്നു എന്ന് കേട്ട് അറിഞ്ഞ് ആ ഭവനത്തിലേക്ക് അവൾ ഓടി വന്നു, അല്ലേ? പരിമള തൈലം കൊണ്ടുവന്നു, വിലയേറിയത്. അവളുടെ ശവസംസ്കാരത്തിന് വേണ്ടി സൂക്ഷിച്ചതായിരിക്കാം ഒരു പക്ഷേ, അത് അക്കാലത്തെ ഒരു കൾച്ചറാണ്. അങ്ങനെ ഉണ്ടായിരുന്നതിനെയും കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന്, അവൻ്റെ കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ച്, തലമുടി കൊണ്ട് തുടച്ച് അവനെ ആരാധിക്കുന്നതായ ഒരു പാപിനിയായ സ്ത്രീയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 2ാമത്തെ ആരാധന ആരുടെ ആരാധനയാണ്? പരീശൻ്റെ ആരാധന. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ മധ്യേ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ആരാധന ഇതിലേതുപോലെയാകുന്നുവെന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അവളുടെ ഈ പ്രവർത്തികളെല്ലാം കണ്ടിട്ട് 40-ാം വാക്യത്തിൽ, 39-ാം വാക്യത്തിൽ, ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവനെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശിമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവന് 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായ്ക കൊണ്ട് അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ 6 അവനെ അധികം സ്നേഹിക്കും. അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ശിമോൻ അവനോട്, നീ വിധിച്ചത് ശരിയെന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട്, അല്ലേ, ശിമോനോട് കർത്താവ് ചോദിക്കുക, നീ എന്തിനാ ഇതിനെക്കുറിച്ച് ഭാരപ്പെടുന്നത്? നീ എന്തിനാ ഈ അവളുടെ ആരാധനയെക്കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കാനായിട്ടിടയായിത്തീരുന്നത്? ഏറ്റവും കൂടുതൽ പാപം ക്ഷമിച്ച് കിട്ടിയവൾ എന്ത് ചെയ്യാനായിട്ടിടയായിത്തീരും? അവൻ്റെ ആരാധനയ്ക്ക് വ്യത്യാസമുണ്ടാകും, അല്ലേ? അവൻ്റെ കരച്ചിലിന് വ്യത്യാസമുണ്ടാകും, അവൻ്റെ നിലവിളിക്ക് വ്യത്യാസമുണ്ടാകും,
അവൻ്റെ സ്തോത്രത്തിന് വ്യത്യാസമുണ്ടാകും. കർത്താവിൽ നിന്ന് കൃപകൾ പ്രാപിച്ചിട്ടുള്ള, കർത്താവിൽ നിന്ന് നന്മകൾ പ്രാപിച്ചിട്ടുള്ള, കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ളവരുടെ ആരാധനയിലും അവരുടെ മനോഭാവങ്ങളിലും എല്ലാം വ്യത്യാസമുണ്ടാകും. അതാ കർത്താവ് പറഞ്ഞത്. ശിമോൻ പറഞ്ഞത് കർത്താവ് ശരിവെച്ചു. എന്നിട്ട് ശിമോൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ശിമോൻ്റെ ആരാധനയിലെ കുറവുകളെ കർത്താവ് കാണിച്ചു കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരു അപൂർണമായ വിരുന്നാണ് ശിമോൻ കർത്താവിന് നൽകിയത് എന്ന് അവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. എന്താണ് അപൂർണമായ വിരുന്ന്? അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ 44-ാം വാക്യത്തിൽ ഈ സ്ത്രീയെ കാണുന്നു, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. അല്ലേ? ഒന്നാമത്തേത് വെള്ളമില്ലാത്തതായ വിരുന്ന്. ഒരു ഗസ്റ്റിനെ ക്ഷണിക്കുമ്പോൾ യഹൂദൻ്റെ നിയമം അനുസരിച്ച് എങ്ങനെയാണ്? അവൻ്റെ കാലുകൾ കഴുകി, വെള്ളം കൊടുത്ത് അവൻ്റെ കാൽ കഴുകിയാണ് ഒരു ഗസ്റ്റിനെ ക്ഷണിക്കുന്നത്. നമ്മൾ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ യഹൂദൻ്റെ ശുദ്ധീകരണ നിയമത്തെക്കുറിച്ച് അവിടെ പറയുന്നത് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യം. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് യഹൂദൻ്റെ ശുദ്ധീകരണ നിയമം? ഒരാൾ പുറത്തു പോയി വന്നാൽ കാലുകൾ കഴുകി ഭവനത്തിൽ കയറണമെന്നുള്ളത് അവരുടെ ഒരു നിയമങ്ങളിലൊന്നാണ്. 2, ഒരു അതിഥിയെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഭവനത്തിലേക്കോ ക്ഷണിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാൽ കഴുകി വേണം അദ്ദേഹത്തെ ഭവനത്തിലേക്ക് ക്ഷണിക്കാൻ എന്നുള്ളത് അവരുടെ ശുദ്ധീകരണ നിയമങ്ങളിൽ പെട്ട ഒന്നാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ കാണാനായിട്ടിടയായി തീർന്നത് അങ്ങനെ ഒരു നിയമം പാലിക്കപ്പെടുന്നതായിട്ട് കാണുന്നില്ല. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. അല്ലേ? വെള്ളമില്ലാത്തതായ ഒരു വിരുന്ന്, ഒരു സ്വീകരണം. സ്വാഭാവികമായിട്ടും ആർക്കറിയേണ്ടതാണ്? ഈ പ്രോട്ടോകോളുകളെല്ലാം പരീശനായിരിക്കുന്ന ശിമോൻ അറിയേണ്ടതാണ്. യഹൂദൻ്റെ പ്രോട്ടോകോൾ ഇങ്ങനെയാണ്, യഹൂദൻ്റെ നിയമം ഇതാണ് എന്നവൻ അറിയേണ്ടതാണ്. പക്ഷെ അവൻ അറിയാഞ്ഞിട്ടല്ല, അല്ലേ? നിയമം അറിയാഞ്ഞിട്ടല്ല. ഒരു പരീശനാണെങ്കിൽ ന്യായപ്രമാണം അനുശാസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ടാകും. അപ്പോൾ അറിവില്ലാഞ്ഞിട്ടല്ല. പിന്നെ എന്താ കുഴപ്പം? അത് ചെയ്യാനുള്ള മനസ്സില്ലാത്തതാണ് പ്രശ്നം. ഇന്ന് പകൽക്കാലം നമ്മളിലേക്കൊന്ന് ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ. ശിമോനെ വിട്ടിട്ട് കർത്താവേ, വചനത്തിൽ എനിക്ക് അറിവില്ലാത്തതാണോ പലപ്പോഴും ഞാൻ ആകേണ്ടതുപോലെ ആയിത്തീരാത്തതിൻ്റെ കാരണം? ഞാൻ ആകേണ്ടതുപോലെ ആയിത്തീരാത്തതിൻ്റെ കാരണം വചനത്തിൽ എനിക്ക് അറിവില്ലാഞ്ഞിട്ടാണോ? അല്ല, പിന്നെയോ ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലേ, അതിനുള്ളൊരു മനസ്സില്ലാത്തതാണ് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും പ്രശ്നമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ വെള്ളം ഇല്ലാത്തതായ ഒരു അപൂർണമായ ആരാധനയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അപൂർണമായ വിരുന്നിനെക്കുറിച്ചാണ് കർത്താവ് ശിമോനോട് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗസ്റ്റിനെ സ്വീകരിക്കേണ്ടത് എന്ന് ശിമോൻ അറിഞ്ഞിട്ടും കർത്താവിന് ഇതൊക്കെ മതി, അല്ലേ? ഇവനിതൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതായ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെയുണ്ടോ? ആരാധനയ്ക്ക് വരുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നതായ കാര്യങ്ങൾ. ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. ദൈവസന്നിധിയിൽ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് വലിയ ബോധ്യമുണ്ട്. കർത്താവിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കതിനെക്കുറിച്ച് സ്നേഹിക്കേണ്ടതിനെക്കുറിച്ചും ക്ഷമിക്കേണ്ടതിനെക്കുറിച്ചും സഹിക്കേണ്ടതിനെക്കുറിച്ചും എല്ലാം നമുക്ക് ആ ബോധ്യമുണ്ടായിട്ടും ഞാനും നിങ്ങളും ഈ ശിമോനെ പോലെ അറിവുണ്ടായിട്ടും പെരുമാറാത്തതാണോ നമ്മുടെ പ്രശ്നമെന്ന് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാനായിട്ടിടയായി തീരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, കർത്താവ് അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ്, 4-ാം വാക്യം യോഹന്നാൻ 13:4, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ചൊരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഇങ്ങനെയാണ് ഗസ്റ്റുകളെ സ്വീകരിക്കേണ്ടത്, അല്ലേ? കർത്താവ് തന്നെ ഒരു മാതൃക കാണിച്ചു കൊടുത്തു. ഇപ്പം സഭയിൽ ദൈവമക്കൾ എങ്ങനെയാണ് ആയിരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് കർത്താവ് ഇവിടെ കാണിച്ചു തന്നത്. അവൻ തന്നെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. അതിൻ്റെ 12-ാം വാക്യത്തിൽ അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? ഞാൻ എന്തിനാ നിങ്ങളുടെ കാൽ കഴുകിയത് നിങ്ങൾ അറിയുന്നുവോ?
എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. അക്ഷരികമായി കാൽ കഴുകുന്നതിനേക്കാളും അല്ലേ, ഒരു വിശ്വാസിക്ക് മറ്റൊരാളെ കുറിച്ചുള്ളതായ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്, മനോഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് അവിടെ പഠിപ്പിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇന്ന് അനേക ആരാധനകളിൽ അല്ലേ ശിമോനെ പോലെ വെള്ളമില്ലാത്ത, വചനമില്ലാത്ത ആരാധനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തീയ ജീവിതം വെള്ളമില്ലാത്ത, വചനമില്ലാത്ത ആരാധനകളായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ ആരാധന ശിമോൻ്റെ ആരാധന പോലെയല്ല, പിന്നെയോ ഈ പാപിയായ സ്ത്രീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ, ആരാധിക്കുന്നത് പോലെ ആരാധിപ്പാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. 2, ഈ വിരുന്നിലെ രണ്ടാമത്തെ കുറവ് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ 45-ാം വാക്യം, ലൂക്കോസ് 7:45. നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. ഒന്ന്, ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ കാൽ കഴുകിയിട്ട് വേണം യഹൂദൻ സ്വീകരിക്കാൻ. യഹൂദനും അക്കാലത്തെ യവനന്മാരും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. 2, ആ വരുന്ന അതിഥിയെ അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചാണ് അവനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത്. കർത്താവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു എന്നേ ഉള്ളൂ, ഈ ആതിഥ്യ മര്യാദകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും നിങ്ങളും ഈ ശിമോൻ്റെ ഒരു പതിപ്പല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയേ. നമ്മൾ രക്ഷിക്കപ്പെട്ടു അല്ലേ, അല്ലെങ്കിൽ നമ്മൾ മാനസാന്തര അനുഭവത്തിലൂടെ കടന്നുപോയി രക്ഷിക്കപ്പെട്ടു, നമ്മൾ കർത്താവിനെ ക്ഷണിച്ചു. എന്നാൽ ഈ ശിമോനെ പോലെ നൽകേണ്ടതെല്ലാം നൽകാൻ കഴിയാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? ചുംബനം എന്തിനെ കാണിക്കുന്നു? ചുംബനം സ്നേഹത്തെ കാണിക്കുന്നു. ചുംബനം ദൈവസ്നേഹത്തെ കാണിക്കുന്നതാണ്, അത് ആദരവിനെ കാണിക്കുന്നതാണ്, അത് സ്നേഹത്തെ കാണിക്കുന്നതാണ്, അത് വാത്സല്യത്തെ കാണിക്കുന്നതാണ്, അത് സഹോദര സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. ആ മുടിയൻ പുത്രൻ തൻ്റെ വസ്തുവകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് ഭവനത്തിലേക്ക് വരുമ്പോൾ പിതാവ് അവനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? 20-ാം വാക്യത്തിൽ, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ട് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിക്കുന്ന പിതാവിൻ്റെ സ്നേഹം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ശിമോൻ ഭക്ഷണത്തിനായിട്ട് യേശുവിനെ ക്ഷണിച്ചുവെങ്കിലും അവൻ്റെ കാൽ കഴുകാൻ വെള്ളം നൽകിയില്ല. 2, കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ ഭവനത്തിൽ വന്നു, നീ എനിക്ക് ചുംബനം തന്നില്ല. ചുംബനം സ്നേഹത്തെ കാണിക്കുന്നതാണ്. തൻ്റെ വസ്തുവകയെല്ലാം നഷ്ടപ്പെടുത്തിയ മകനെ ദൂരത്ത് നിന്ന് കണ്ട പിതാവ് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ തിരികെ സ്വീകരിക്കുന്ന ആ ദൈവസ്നേഹം ലൂക്കോസ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചുംബനം വാത്സല്യത്തെ കാണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, അവിടെ ഒരു കബളിപ്പിക്കപ്പെടുന്ന അവസ്ഥയുടെ മധ്യേയും ഇസ്ഹാക്ക് യാക്കോബിനെ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 27:27 അവൻ അടുത്ത് ചെന്ന് അവനെ ചുംബിച്ചു, അവൻ അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ച് പറഞ്ഞത്, ഇതാ എൻ്റെ മകൻ. അവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്, അവൻ അടുത്ത് ചെന്ന് അവനെ ചുംബിച്ചു. ഇസ്ഹാക്ക് കബളിക്കപ്പെടുക അല്ലേ, കബളിക്കപ്പെട്ടതാണെങ്കിലും അവൻ എന്ത് ചെയ്തു? അവൻ അടുത്ത് എന്ന് അവനെ ചുംബിച്ചു, അവൻ്റെ വസ്ത്രത്തിൻ്റെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു. താഴോട്ട്, ഇതാ എൻ്റെ മകൻ്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ എന്ന് പറഞ്ഞ് യാക്കോബിനെ ഇസ്ഹാക്ക് ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും അനുഗ്രഹിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. എൻ്റെയും നിങ്ങളുടെയും ദൈവസ്നേഹം ഇന്ന് പകൽക്കാലം എവിടെ ഇരിക്കുന്നു? ഈ പാപിയായ സ്ത്രീ കർത്താവിനെ സ്നേഹിച്ചതുപോലെയാണോ, അതോ ശിമോൻ കർത്താവിനെ സ്നേഹിച്ചതുപോലെയാണോ? രണ്ടാമത്തേത് നമ്മൾ കണ്ടു. 1, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. 2, നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. അല്ലേ? എൻ്റെ കർത്താവെ, എൻ്റെ പാപം ക്ഷമിച്ചതിനായി നന്ദി. ക്ഷമിക്കണമേ കർത്താവേ. നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിനായി നന്ദി. ഇന്നുവരെയും നീ എന്നെ നടത്തിയതിനായി നന്ദി.
പ്രയാസങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ, ആ പരിശോധനകളുടെ മധ്യേ, രോഗത്തിൻ്റെ മധ്യേ ഞാൻ കടന്നുപോയപ്പോഴെല്ലാം എൻ്റെ കർത്താവേ, നീ എന്നെ സ്നേഹിച്ചല്ലോ, നീ എന്നെ കരുതിയല്ലോ, നീ എന്നെ നടത്തിയല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ട്. നമ്മുടെ ആരാധനകൾ ദൈവസ്നേഹം നിറഞ്ഞതാണോ? അതോ പൊത്തുവരുത്തത്തിൻ്റെ ആരാധനയാണോ? 10 മുതൽ 12 മണി വരെ ആരാധന എല്ലാ സൺഡേയും ഉണ്ട്, ഞാൻ ചെന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഒരു നെയിം സേക്ക്, അല്ലേ, ഈ ശിമോൻ ഭക്ഷണം നൽകിയതുപോലെ, വിരുന്നൊരുക്കിയതുപോലെ ഒരു നെയിം സേക്ക് ആയിട്ടുള്ള പേരിന് മാത്രമുള്ളതായ ഒരു ആരാധനയാണോ? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സ്ത്രീയുടെ ആരാധനയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, അവൾ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. എന്നെയും നിങ്ങളെയും കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചത്? അവൻ തൻ്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ആ സ്നേഹം ഓർക്കുമ്പോൾ നാം കർത്താവിന് നൽകുന്നത് ഇങ്ങനെ മതിയോ എന്ന് ഇന്ന് പകൽക്കാലം നമ്മെ ഒന്നുകൂടി ഒന്ന് ശോധന ചെയ്യാനായിട്ട് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1, നീ എനിക്ക് വെള്ളം തന്നില്ല. 2, നീ എനിക്ക് ചുംബനം തന്നില്ല. 3, അതിൻ്റെ 46-ാം വാക്യത്തിൽ നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഒരു ഗസ്റ്റിനെ ക്ഷണിക്കുമ്പോൾ 3-ാമത് അവർ ചെയ്യുന്നതാ, 1 കാൽ കഴുകും, 2 ചുംബിക്കും, 3 തലയിൽ തൈലം പൂശിയാണ് ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ച 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ അവിടെ ഒരു വിരുന്നിനെ കുറിച്ചാണ് പറഞ്ഞത് സങ്കീർത്തനക്കാരൻ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് 5-ാം വാക്യത്തിൽ, ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, അല്ലേ? അവിടെ ഒരു വിരുന്നിനെ കുറിച്ചാണ് പറയുന്നത്. വിരുന്നിൽ, യഹൂദൻ്റെ വിരുന്നിൽ 1 കാൽ കഴുകും, 2 അവനെ കെട്ടിപ്പിടിക്കും, 3 എണ്ണ കൊണ്ട് അല്ലെങ്കിൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. തൈലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിഴലാണെന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ ദിവസങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കാനായിട്ടിടയായിത്തീർന്നു. ഈ ആരാധനയുടെ ഒരു വലിയ പ്രശ്നം, ശിമോൻ്റെ ആരാധനയുടെ പ്രശ്നം, അവിടെ വെള്ളമില്ല, വചനമില്ല. 2 ചുംബനമില്ല, സ്നേഹമില്ല. 3 പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ല. ഇന്ന് അനേക ആരാധനകളും പ്രിയപ്പെട്ടവരെ ഈ ശിമോൻ്റെ ആരാധന പോലെ ആ പേരിന് മാത്രം നെയിം സൈക്കായി പോകുന്നതിന് ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കുവാനും, കർത്താവേ എൻ്റെ കുറവുകൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് നിന്നെ അങ്ങനെ സ്നേഹിച്ചാൽ പോരാ കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ കർത്താവേ ഇങ്ങനെ ആരാധിച്ചാൽ പോരാ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിന്നെ ആരാധിപ്പാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ അതിഥികളെ സ്വീകരിക്കുന്ന അവരുടെ രീതികളെയാണ് കർത്താവ് എടുത്തു കാണിക്കാനായിട്ടിടയായിത്തീരുന്നത്. അതിനെ ഞാനൊരു ആരാധനയുമായി തുലനം ചെയ്യുമ്പോൾ പാപിനിയായ സ്ത്രീ അവളെങ്ങനെയാണ്, അവൾ ആ വിലയേറിയ തൈലം കൊണ്ടുവന്ന് അവിടെ നമ്മൾ വായിക്കാനായിട്ടിടയായിത്തീർന്നു. അവനെ ചുംബിച്ച് തൈലം പൂശി, അല്ലേ, അവൻ്റെ തലയിൽ, അവൻ്റെ കാലിൽ തൈലം പൂശി അവനെ സ്നേഹിക്കാനായിട്ട്, അവന് വേണ്ടുന്ന എല്ലാ മഹത്വവും നൽകാനായിട്ട്, അവനെ സ്നേഹിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, എനിക്ക് ആ പാപിനിയായ സ്ത്രീയെ പോലെ നിന്നെ സ്നേഹിപ്പാനായി, അങ്ങനെ നിന്നെ ആരാധിപ്പാനായിട്ട്, അങ്ങനെ നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. 4, പിന്നെ ആ വിരുന്നിൻ്റെ പ്രശ്നം കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. അവൾ എങ്ങനെ സ്നേഹിച്ചു. 47-ാം വാക്യം, ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ഷീ ലവ്ഡ് മച്ച്. വളരെ അർത്ഥവത്തായൊരു വാക്യമാണ്. ആ 47-ാം വാക്യത്തിലെ ആ വരി, അതിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, ഒന്ന് ധ്യാനിച്ചേ ആ വാക്യത്തെ. ഷീ ലവ്ഡ് മച്ച്, അവൾ വളരെ സ്നേഹിച്ചു, അല്ലേ? കർത്താവിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? നെയിം സേക്കായിട്ടാണോ അതോ വളരെ സ്നേഹിക്കാനായിട്ട്? ഷീ ലവ്ഡ് മച്ച്. എങ്ങനെയാ ഈ മച്ച്, അല്ലേ, ആ വളരെ സ്നേഹം എങ്ങനെയാണ് നമുക്ക് ഒരാളോട് പ്രകടിപ്പിക്കാനായിട്ട് കഴിയുന്നത്? വളരെ സ്നേഹിക്കാനായിട്ട് എങ്ങനെയാണ് കഴിയുന്നത്? അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഇവിടെ ഈ സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. വേറെ ഏതോ പട്ടണത്തിൽ നിന്നോ അല്ലെങ്കിൽ നയ്യനിൽ തന്നെ ആയിരിക്കാം, ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടൊന്നും അവൾക്ക് അവകാശപ്പെടാനായിട്ടുള്ള അവളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒരു പാപിനിയായ സ്ത്രീ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അവൾക്കൊരു ഉത്തമമായ ബോധ്യമുണ്ട്. ഈ പരീശനായിരിക്കുന്ന ശിമോൻ്റെ വീട്ടിൽ വിരുന്നിന് വന്നിരിക്കുന്നതായ യേശു
സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. അവൻ എല്ലാ പാപങ്ങളും മോചിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവനാണ്. അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. അവന് കഴിയാത്തതായ ഒരു കാര്യവുമില്ല. അവൻ വിചാരിച്ചാൽ എൻ്റെ എല്ലാ പാപങ്ങളും, ഇന്നുവരെ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് എന്നെ ഒരു വിശുദ്ധയാക്കി തീർക്കുവാനായിട്ട്, എന്നെ ഒരു സൗഖ്യമുള്ളവളായി തീർക്കുവാനായിട്ട് എൻ്റെ കർത്താവിന് കഴിയുമെന്ന് അവളുടെ ഉള്ളിൽ വ്യക്തമായ ബോധ്യമുണ്ടായതുകൊണ്ടാണ് കർത്താവ് അവളുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, ഷീ ലവ്ഡ് മച്ച്, അവൾ വളരെ സ്നേഹിച്ചു. ഇന്ന് പകൽക്കാലം എൻ്റെയും നിങ്ങളുടെയും സ്നേഹം എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ കർത്താവിനെ വളരെ സ്നേഹിക്കുന്നവരാണോ, അതോ നെയിംസേക്കായി പേരിന് മാത്രം സ്നേഹിക്കുന്നവരാണോ? മറ്റാരോടും പറയണ്ട, എൻ്റെ പ്രവൃത്തികൾ കർത്താവേ, ഞാൻ നിന്നെ സ്വീകരിക്കാനായിട്ട് വരുമ്പോൾ, ഞാൻ നിന്നെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് എൻ്റെ കർത്താവിനെ എനിക്ക് സ്നേഹിക്കാനായിട്ടിടയായിത്തീരുന്നത്? അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ എഫെസൂസിലെ സഭയോട് കർത്താവ് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ട്, നമുക്കറിയാവുന്ന ഒരു വാക്യമാണല്ലേ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എടുത്തവർക്ക് വായിക്കാം. വെളിപ്പാട് 2:4. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അത് പറയുന്നതിന് മുമ്പ് കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തിയും, 2-ാം വാക്യം, പ്രയത്നവും സഹിഷ്ണുതയും, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. ആദ്യം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ പ്രവൃത്തികൾ, നിന്റെ എല്ലാ കാര്യങ്ങളും, നിന്റെ സഹനം, നിന്റെ വിശ്വാസം, ഇതിനെല്ലാം കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, എങ്കിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ സ്നേഹം എങ്ങനെ ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ? കർത്താവിനോടുള്ള സ്നേഹം, രക്ഷിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ സ്നേഹം ഇന്നുണ്ടോ? പഴയതുപോലെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്ക് ആ ആരാധനയ്ക്ക് വരാനും പോകാനും ഒക്കെയുള്ള ആ സ്നേഹവും ആ തീഷ്ണതയും ഒക്കെ നമുക്ക് വർദ്ധിച്ചു വരാനായിട്ടിടയായി തീരുന്നുണ്ടോ? അതോ പുത്തുവരുത്തത്തിൻ്റെ സ്നേഹമാണോ നമ്മുടെ ജീവിതത്തിൽ? ഈ 4-ാമത് കർത്താവ് ശിമോനോട് പറയുകയാണ്, നിന്റെ ആരാധനയുടെ പ്രശ്നം 1, നീ വെള്ളം തന്നില്ല; 2, നീ ചുംബനം തന്നില്ല; 3, നീ തൈലം ഇല്ല, അല്ലേ, ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടതുപോലെയല്ല നീ എന്നെ സ്വീകരിച്ചത്; 4, നിന്റെ ജീവിതത്തിൽ സ്നേഹമുണ്ടായിരുന്നില്ല. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം സ്നേഹമാണ്. എനിക്ക് നിങ്ങൾക്കും കർത്താവിനെ ആഴമായി സ്നേഹിക്കണമെങ്കിൽ, ആഴമായി ആരാധിക്കാനായിട്ട് കഴിയണമെങ്കിൽ, കർത്താവിനോട് ആഴമായി തന്നെ ദൈവത്തെ സ്തുതിക്കാനും കർത്താവിൻ്റെ സാക്ഷികളായി തീരാനും ഇടയായി തീരണമെങ്കിൽ, ഒരു നിറഞ്ഞ ദൈവസ്നേഹത്തിന് ഉടമകളായി തീരാനായിട്ടിടയായി തീരണം. സഭകളുടെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് സ്നേഹത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആദ്യ സ്നേഹത്തിലേക്ക് തിരികെ വരുവാനായിട്ട്, കർത്താവേ, ഞങ്ങൾക്ക് ആ പഴയതുപോലെ നിന്നെ സ്നേഹിപ്പാൻ, പഴയതുപോലെ പരസ്പരം സ്നേഹിപ്പാൻ, പഴയതുപോലെ കർത്താവേ നിന്നെ ഒന്ന് ആരാധിക്കുവാനായിട്ട്, ഞങ്ങളുടെ ആത്മീയ ജീവിതം സൃഷ്ടിച്ചതായിട്ടല്ല, പിന്നെയോ ദൈവസ്നേഹത്താൽ നിറഞ്ഞതായി തീരുവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. 5-ാമത് കർത്താവ് പറയുകയാണ്, അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ ആരാധനയിലെ പ്രശ്നം എന്താണ്? അതിൻ്റെ 39-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 39-ാം വാക്യം, ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ, അല്ലേ, വിശ്വാസമില്ലായിരുന്നു. അവർ പറയുകയാണ്, ഇവന് പ്രവാചകനായിരുന്നു എങ്കിൽ. ഈവൻ കർത്താവിനെ ഒരു പ്രവാചകനായി പോലും വിശ്വസിക്കുവാനോ അംഗീകരിപ്പാനോ കഴിയാത്ത ആളാണ് കർത്താവിന് വിരുന്നൊരുക്കിയത്, അല്ലേ? ആരാധനയ്ക്ക് വന്നിരിക്കുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ കർത്താവ് സകല ലോകത്തിൻ്റെയും സൃഷ്ടാവാണ്, അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ അന്ത്യം വരെയും എന്നെ നടത്തുന്നവനാണ്, അവൻ നിത്യത എനിക്കായി ഒരുക്കുന്നവനാണ്. ഇതിനപ്പുറമായൊരു ദേശമുണ്ട്. കാണാത്തതിനെയല്ല കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കി പാർക്കുന്നത്. ഈ കാണുന്നതെല്ലാം താൽക്കാലികമായിട്ടുള്ളതാണ്, കാണാത്തതോ നിത്യമായിട്ടുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ ആരാധിപ്പാനായിട്ടിടയായിത്തീരുന്നു? ഒരാഴവേറിയ വിശ്വാസം ഈ ആരാധനയുടെ, ശിമോൻ്റെ ആരാധനയുടെ കുറവായിട്ട് കർത്താവ് കാണിച്ചു കൊടുക്കാനായിട്ടിടയായിത്തീരുന്നത്, ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ, അല്ലേ, വിശ്വാസമില്ലാത്തതായ ഒരു വിരുന്ന്.
വിശ്വാസമില്ലാത്തതായ ഒരാരാധന. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനായിട്ടിടയായി തീരട്ടെ. അതിൻ്റെ 49 വാക്യം, 49 വാക്യത്തിൽ അവനോട് പന്തിയിലിരുന്നവർ, പാപമോചനം കൊടുക്കുന്ന ഇവൻ ഹൂ ഈസ് ഹി? അവനോട് കൂടെ പന്തിയിലിരുന്നവർ, പുറകിലിരുന്ന പാപിയായ സ്ത്രീയോ അവിടെ കൂടിയിരുന്ന ജനമല്ല പറഞ്ഞത്. ശിമോനോ പോലെ പന്തിയിൽ കർത്താവിനോട് കൂടി ഇരുന്നവർ. അക്കാലത്ത് ഒരു വിരുന്ന് നടത്തുമ്പോൾ പന്തിയിൽ ഇരിക്കണമെങ്കിൽ അവർ സമൂഹത്തിൽ ഉന്നതരായിരിക്കും. അവർ യഹൂദ മതത്തിൽ അതിൻ്റെതായ പരീശനും അതുപോലുള്ള ആ പദവികളൊക്കെ അലങ്കരിക്കുന്നവർക്ക് മാത്രമേ പന്തിയിലിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സാധാരണക്കാരായ ജനമല്ല പറയുന്നത്. പിന്നെയോ അവനോട് കൂടെ ആ വിരുന്നിന് വിളിച്ച ആ ആളുകൾ തന്നെ, അത് നടത്തുന്നവർ തന്നെ ചോദിക്കുകയാണ്. എന്താണ് അവിടെ പറയാനായിട്ടിടയായിത്തീരുന്നത്? അവർ ചോദിക്കുന്നത് പാപമോചനം കൊടുക്കാൻ ഇവനാ, ഹൂ ഈസ് ഹി? അല്ലേ? ഇവനൊരു സ്റ്റാൻഡേർഡ് ഇല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ, ആളുകളുടെ സ്റ്റാൻഡേർഡ് അളന്നല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടിടയായിത്തീരുന്നത്, അല്ലേ? ഒരു സ്റ്റാൻഡേർഡ് പോരാ. കർത്താവിനെക്കുറിച്ച് അവർ വന്നതാ പറയാനായിട്ടിടയായിത്തീരുന്നത്. ഇവന് സ്റ്റാൻഡേർഡ് പോരാ. അവൻ കുഷ്ഠരോഗികളോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്നു, പരീശന്മാരോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായി സഹവസിക്കാനായിട്ടിടയായിത്തീരുന്നു, ഭാവിയായ സ്ത്രീയോട് സംസാരിക്കാനായിട്ടിടയായിത്തീരുന്നു. അവളുടെ സ്വീകരണം, അവളുടെ ആരാധന അവൻ ഇഷ്ടപ്പെടുന്നു, അതിനെ സ്വീകരിക്കുന്നു. അവളെ ഓട്ടിക്കളയുന്നില്ല, അല്ലെങ്കിൽ ഓടിച്ചു വിടുന്നില്ല. അതൊക്കെയാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനം കൊടുക്കുന്ന ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. പിന്നീട് ആ ഗോസിപ്പ് മുന്നോട്ട് പോയി കാണും, അല്ലേ? വളരെ നേരം ലൂക്കോസ് അതെല്ലാം എഴുതിയിട്ടില്ല. അവർ പറഞ്ഞു തുടങ്ങി എന്നാണ് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അവരെ പിറുപിറുക്കാനായിട്ട് തുടങ്ങി. ഇവനാരാ? പാപങ്ങൾ മോചിക്കാൻ ഇവനാരാ? ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ ആ സ്ത്രീയുടെ പശ്ചാത്തലം ഇവൻ അറിയില്ലായിരുന്നോ? ആളുകൾ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് അളക്കാനായിട്ട് തുടങ്ങി. ഇന്ന് പകൽക്കാലം നമ്മൾ മറ്റുള്ളവരുടെ സ്റ്റാൻഡേർഡ് അളക്കുന്നവരാണോ? ഇവനാരാ ഇതൊക്കെ ചെയ്യാൻ, അല്ലേ? ഇവനെന്ത് യോഗ്യതയാണ് ഉള്ളത്? ഇവനാരാ ഇങ്ങനെയൊക്കെ പറയാൻ? അങ്ങനെയാണോ? കർത്താവിനോടും അവരങ്ങനെ തന്നെയാണ് ചോദിച്ചത്, പെരുമാറിയത്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ 50 വാക്യം വളരെ പ്രസക്തമാണ്. 50 വാക്യം എന്താണ്? 50 വാക്യത്തിൽ അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ഹൃദയപരമാർത്ഥതയോടും വിശ്വാസത്തോടും ചെയ്യുന്ന പ്രവൃത്തികളെ മാനിക്കുന്നവനായൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ഒന്നും വരുന്നില്ലല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 50 വാക്യം പറയുകയാണ്, ഹൃദയപരമാർത്ഥതയോടെയാണോ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? നീ ദൈവത്തെ അപ്രകാരമാണോ സ്നേഹിക്കുന്നത്? നിന്റെ സ്നേഹം ആഴത്തിൽ നിന്നുള്ളതാണോ? നിന്റെ ആരാധന അപ്രകാരമുള്ളതായ ഒരു ആരാധനയാണോ? ഈ പാപിയായ സ്ത്രീ കർത്താവിനെ സ്നേഹിച്ചതുപോലെ മറ്റ് യാതൊന്നും നോക്കാതെ അവനെ സ്നേഹിപ്പാനായിട്ട്, അവന് വേണ്ടി സമർപ്പിപ്പാനായിട്ട്, അവന് വേണ്ടി കൊടുക്കുവാനായിട്ട്, അവനെ ആരാധിപ്പാനായിട്ട്, അവൻ്റെ കാൽക്കൽ വീഴുവാനായിട്ട്, തലമുടി കൊണ്ട് അവൻ്റെ കാൽപാദം തുടയ്ക്കുവാനായിട്ട്, വിലയേറിയ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്യുവാനായിട്ട്, ആരാധന അർപ്പിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ കർത്താവ് 50 വാക്യത്തിൽ പറയുകയാണ്, നിന്റെ വിശ്വാസത്തോടുള്ള പ്രവൃത്തിയെ ദൈവം മാനിക്കുവാനായിട്ടിടയായിത്തീരും. ആമേൻ. അതിൻ്റെ 1 വാക്യങ്ങളിൽ, ആ അധ്യായത്തിൻ്റെ തന്നെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് ഒരു ശതാധിപനെ കാണാം. ആ 7-ാം അധ്യായത്തിൽ, അല്ലേ? അവിടെ ഒരു ശതാധിപന് പ്രിയനായ ഒരു ദാസൻ ദീനമായി മരിപ്പാനായി നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 7-ൽ, നമ്മൾ 7-ലാണല്ലോ നിൽക്കുന്നത്. അവൻ യഹൂദ മൂപ്പന്മാരെ അവൻ്റെ അടുക്കലേക്ക് അയച്ചു. ശതാധിപൻ കുറച്ച് യഹൂദ മൂപ്പന്മാരെ കർത്താവിൻ്റെ അടുക്കലേക്ക് അയച്ചു. 4-ാം വാക്യം, അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, അവനൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. യേശുവിനെ ആഴമായി വിശ്വസിച്ച ശതാധിപനെ കുറിച്ചാണ് 7-ാം അധ്യായം പറഞ്ഞ് ആരംഭിച്ചത്. ആ ശതാധിപനെക്കുറിച്ച് യഹൂദ പ്രമാണിമാർ ചെന്ന് യേശുവിൻ്റെ അടുക്കൽ പറയുകയാണ്, അവൻ്റെ ബാല്യക്കാരൻ ദീനം പിടിച്ച് മരിച്ചു, അല്ലെങ്കിൽ ദീനം പിടിച്ച് കിടക്കുകയാണ്, നീ അവിടെ പോയി അവനെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അവനെ ഒന്ന് സൗഖ്യമാക്കണം. എന്നിട്ട് യേശുവിനോട് അവർ റെക്കമെൻഡ് ചെയ്തു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. കാരണം 5-ാം വാക്യം, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ യഹൂദ ജനത്തെ സ്നേഹിക്കുന്നവനാണ് ഈ ശതാധിപൻ.
അവൻ ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് ഒരു സിനഗോഗ് തന്നെ പണിത് കൊടുത്തവനാ, അല്ലേ? അപ്പം പ്രമാണിയാണ്, പണമുള്ളവനാണ്, സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉള്ളവനാണ്. അതുകൊണ്ട് കർത്താവേ, നീ അവൻ്റെ ബാല്യക്കാരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. വീടിനടുക്കാറായപ്പോഴേക്കും അവൻ എന്ത് ചെയ്തു? അവൻ മരിച്ചു. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. 9-ാം വാക്യം, വിശ്വാസമാണ് നമ്മുടെ വിഷയം. ആ 9-ാം വാക്യത്തിൽ 7:9 അവൻ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനോട് കർത്താവിനോട് അവൻ പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. 7-ാം വാക്യം, അതുകൊണ്ട് നീ അടുക്കൽ വരുവാൻ, നീ എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. 9-ാം വാക്യം, ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കൂടെ കണ്ടിട്ടില്ല. കർത്താവ് പറയുക, എത്ര വലിയ വിശ്വാസമാണ്. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ശതാധിപൻ പറഞ്ഞവർ വീട്ടിൽ വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ആമേൻ. വിശ്വാസത്തെ മാനിക്കുന്ന കർത്താവ്. എങ്ങനെയുള്ള വിശ്വാസത്തെ? ശിമോൻ്റെ വിശ്വാസം പോലെ വെള്ളമില്ലാത്തത്, ചുംബനമില്ലാത്തത്, ആ തൈലമില്ലാത്തത്, സ്നേഹമില്ലാത്തത്, അല്ലേ? അതുപോലെ തന്നെ വിശ്വാസമില്ലാത്തത്. നമ്മുടെ ആരാധന എങ്ങനെ ഇരിക്കുന്നു? എന്നാൽ ഈ പാപിനിയായ സ്ത്രീയുടെ ആരാധന നമ്മൾ കണ്ടു. അവൻ പരീശൻ്റെ വീട്ടിലുണ്ടെന്ന് ദൂരമേ അവൾ അറിഞ്ഞു. പരിമള തൈലം അവൾ വില മുടക്കാനായിട്ട് അവൾ മനസ്സുള്ളവളായി തീർന്നു. പുറകിൽ കർത്താവിൻ്റെ കാൽക്കലിരുന്നു. എനിക്കൊരു യോഗ്യതയുമില്ല കർത്താവേ, ഐ ആം നത്തിങ്. നമുക്ക് ദൈവസന്നിധി വരുമ്പോൾ പറയാനായിട്ട് സാധിക്കുമോ? ഐ ആം നത്തിങ്. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു. അവളുടെ അനുതാപം, മാനസാന്തരം, അല്ലേ? മാനസാന്തരത്തിൽ നിന്നുളവാകുന്നതായ രക്ഷ എനിക്ക് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ നാളുകളിൽ ഈ അനുതാപമുള്ളതായൊരു ഹൃദയമാണ്, ഈ മാനസാന്തര അനുഭവമുള്ളതായൊരു ഹൃദയമാണ്. കരയുവാനും നുറുങ്ങുവാനും സാധിക്കുന്നതായ ഒരു മനസ്സാണ്. ഈ സ്ത്രീ എന്നെയും നിങ്ങളെയും ചലഞ്ച് ചെയ്യുന്നത്, അങ്ങനെ ഒരു മനസ്സിനുടമയായിട്ടാണോ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വരുന്നത്? തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ച് ചുംബിച്ച് തൈലം പൂശാനുള്ളതായ മനസ്സ്. ഇന്ന് പൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ശിമോൻ്റെ ഒരു അപൂർണമായ വിരുന്നു പോലെയല്ല, കർത്താവേ, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഈ നാളുകളിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ശിമോൻ അറിവില്ലാഞ്ഞിട്ടല്ല, ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു യഹൂദൻ്റെ പ്രോട്ടോകോൾ, നിയമങ്ങൾ, വചനം, ന്യായപ്രമാണം അറിയാഞ്ഞിട്ടല്ല. മതി, ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി, അല്ലേ? മീഡിയോക്കർ, അങ്ങനെയൊരു മനോഭാവം, ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതായ, ഇത്രയൊക്കെ മതി എന്നുള്ളതായ ഒരു ആറ്റിറ്റ്യൂഡ്. ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ദൈവസന്നിധി വരുമ്പോൾ ഉണ്ടെങ്കിൽ, കർത്താവേ, ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു, ഞാൻ ഏൽപ്പിച്ചു തരുന്നു. അത് കുറവാണ്, അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. ദൈവസന്നിധിയിൽ സ്വീകരിക്കുന്നത് ആ ആഴമേറിയ വിശ്വാസത്തെയാണല്ലോ, സ്നേഹത്തെയാണല്ലോ. കർത്താവേ, ഈ സ്ത്രീയെ പോലെ നിന്നെ വളരെ സ്നേഹിപ്പാനായിട്ട്, അങ്ങനെ ആരാധിപ്പാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.